നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മെഡിക്കൽ കോളേജ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഹായി വാദി സലാം മെഗാ രക്തദാന ക്യാമ്പ് ഈ മാസം 16-ന് ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്യും. മതപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ദഅ്വാരംഗത്ത് ശ്രദ്ധ ചെലുത്തണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SYSന് കീഴിൽ 10 വർഷമായി മലപ്പുറം കോട്ടപ്പടി സുന്നി മസ്ജിദിൽ നടക്കുന്ന പണ്ഡിത ദർസ് നാളെ പുനരാരംഭിക്കും. ഹദ്ദാദ് തങ്ങൾ ലോകത്തിന് ആത്മീയ വെളിച്ചം പകർന്ന സാത്വികനെന്ന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി. സർക്കാരിനെതിരായ കേസുകളിൽ ഹാജരാകുന്നതിന് മുഖ്യമന്ത്രിയുടെ നിയമോപദേശകന് തടസ്സമൊന്നുമില്ലെന്ന് പൊതുഭരണ വകുപ്പ്. മുന്നണി രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട്, എന്നാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനാണ് തീരുമാനമെന്നും KM മാണി. നാളെ മുതൽ 18 വരെ രാജ്യത്ത് ദേശീയ സ്മാരകങ്ങൾക്ക് മുന്നിൽ സെൽഫി നിരോധനം. ടോമിൻ തച്ചങ്കരിയുടെ പിറന്നാൾ ആഘോഷം നിയമലംഘനം കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അഭിഭാഷകർ കോടതികളുടെ ഉടമസ്ഥരല്ലെന്ന് സ്പീക്കർ. വാഹനമിടിച്ച് റോഡരികിൽ കിടന്നയാൾ മരിച്ചു. സഹായിക്കാനെത്തിയവൻ മൊബൈലുമായി കടന്നുകളഞ്ഞു. വാർത്തകൾ വിശദമായി. സർക്കാരിനെതിരായ കേസുകളിൽ ഹാജരാകുന്നതിന് മുഖ്യമന്ത്രിയുടെ നിയമോപദേശകന് തടസ്സമൊന്നുമില്ലെന്ന് പൊതുഭരണ വകുപ്പ്. അഡ്വക്കേറ്റ് ജനറലിന്റെ ഭരണഘടനാപരമായ ചുമതലകളിൽ ഇടപെടാൻ മുഖ്യമന്ത്രിയുടെ നിയമോപദേശകനാകില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നിയമോപദേശകനെ നിയോഗിക്കുന്നതിനെതിരായ പൊതുതാൽപര്യ ഹർജിയിലാണ് സർക്കാർ നിലപാടറിയിച്ചത്. ഉപദേശകർ മുഖ്യമന്ത്രിക്കുവേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കിയാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം. വിവിധ വിഷയങ്ങളിൽ സംശയ ദൂരീകരണത്തിനും വസ്തുതകളുടെ വിശകലനത്തിനും പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നതിനുമാണ് മുഖ്യമന്ത്രി ഉപദേശകരെ വെക്കുന്നത്. പരിസ്ഥിതി ശാസ്ത്രം, മാധ്യമം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ എല്ലാം മുഖ്യമന്ത്രി ഉപദേശകരെ വെച്ചിട്ടുണ്ട്. നിയമപരമായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അഭിപ്രായം തേടാനാണ് നിയമോപദേശകനെ നിയോഗിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഉള്ളപ്പോൾ മറ്റൊരു നിയമോപദേശകന്റെ ആവശ്യം എന്തെന്നായിരുന്നു പൊതുതാൽപര്യ ഹർജിയിലെ പ്രധാന ചോദ്യം. അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിനാണ് നിയമോപദേശം നൽകുന്നതെന്നും മുഖ്യമന്ത്രിക്കല്ലെന്നുമായിരുന്നു സത്യവാങ്മൂലത്തിലെ മറുപടി. അതിനർത്ഥം അഡ്വക്കേറ്റ് ജനറലിൽ സർക്കാരിന് വിശ്വാസമില്ലെന്നല്ല. അഡ്വക്കേറ്റ് ജനറലിന്റെ ഭരണഘടനാപരമായ ചുമതലകളിൽ ഒരു തരത്തിലും ഇടപെടാൻ നിയമോപദേശകന് ആകില്ല. AGയുടെയും നിയമോപദേശകന്റെയും ഉപദേശങ്ങളിൽ ഒന്ന് സ്വീകരിക്കേണ്ട സാഹചര്യം ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുകയില്ലെന്നും സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ നിയമോപദേശകർ സർക്കാരിനെതിരായ കേസുകളിൽ ഹാജരാകുന്നതിലെ യുക്തിരാഹിത്യവും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുന്നണി രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ടെന്ന് KM മാണി. എന്നാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനാണ് തീരുമാനമെന്നും മുമ്പും ഒറ്റയ്ക്ക് നിന്ന് കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നും KM മാണി വിശദമാക്കി. മറ്റ് മുന്നണികൾ സ്വാഗതം ചെയ്യുന്നത് നല്ലതാണ്. PJ ജോസഫും മോൻസ് ജോസഫും പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്നും മുന്നണി രാഷ്ട്രീയത്തെ ഇരുവരും അനുകൂലിച്ചിരുന്നുവെന്നും മാണി വ്യക്തമാക്കി. ഞങ്ങൾക്ക് കൂട്ടുകാരുമില്ല, കൂട്ടുകാരെ ഓർത്തോണ്ടാണോ നമ്മളിരിക്കുന്നത്? എല്ലാവരും കൈപിടിക്കുന്നു വരും. ഒറ്റയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ ശക്തി തെളിയിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയാണ് ഞങ്ങൾ. 65-ൽ ഒറ്റയ്ക്ക്, 67-ൽ ഒറ്റയ്ക്ക്, 70-ൽ ഒറ്റയ്ക്ക്. ആ നിലയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ശക്തി തെളിയിച്ച കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. എന്നാൽ മുന്നണി വിടുമ്പോഴുള്ള ചെയർമാന്റെ തീരുമാനത്തോട് ജോസഫ് വിഭാഗത്തിന് തൃപ്തിയില്ല. ഒരു മുന്നണിയുടെ ഭാഗമാകേണ്ടത് അത്യാവശ്യമാണെന്ന് മോൻസ് ജോസഫ് വ്യക്തമാക്കി. കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരി. പക്ഷെ ഇന്ന് കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിനാണ് പ്രസക്തി. അപ്പൊ മുന്നണി രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിന് നാളെ വീണ്ടും പങ്കാളിയാകേണ്ടി വരും. ഞങ്ങൾക്കും അതേക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ മുന്നണി രാഷ്ട്രീയം മാത്രമേ പറ്റൂ, കേരള കോൺഗ്രസിന് വേറെ ഒന്നും ചിന്തിക്കാൻ മേല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് വേറിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പൊ കേരള കോൺഗ്രസ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന് കേരള കോൺഗ്രസിന്റെ മറുപടി. കേരള കോൺഗ്രസ് NDAയിലേക്കില്ലെന്ന് ജോസഫ് M പുതുശ്ശേരി. BJPയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അക്കാര്യം ആലോചനയിലും അജണ്ടയിലുമില്ലെന്നും ജോസഫ് M പുതുശ്ശേരി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെപ്പോലെ ഒരാൾ ഇത് ഏറ്റുപിടിക്കുന്നത് അന്തസ്സിന് ചേർന്നതല്ലെന്നും ജോസഫ് പുതുശ്ശേരി പറഞ്ഞു. പിറന്നാൾ ആഘോഷത്തിൽ നിയമലംഘനം കണ്ടെത്തിയാൽ ഗതാഗത കമ്മീഷണർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ടോമിൻ തച്ചങ്കരിയുടെ ജന്മദിനാഘോഷത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി.
അതേസമയം ജന്മദിനത്തിൽ സ്വന്തം പണം കൊണ്ട് വകുപ്പിലെ ജീവനക്കാർക്ക് മധുരം വാങ്ങി നൽകിയതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ലെന്നായിരുന്നു തച്ചങ്കരിയുടെ പ്രതികരണം. ആഘോഷത്തിന്റെ ഭാഗമായി സർക്കുലർ ഇറക്കിയതും ആർടിഒ ഓഫീസുകളും പമ്പുകളും കേന്ദ്രീകരിച്ച് മധുരം വിതരണം ചെയ്തതുമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. ജന്മദിനാഘോഷ വിവാദത്തിൽ വിശദീകരണവുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി. പിറന്നാൾ ആഘോഷിക്കാൻ സർക്കുലർ നൽകിയിട്ടില്ലെന്ന് തച്ചങ്കരി വിശദീകരിച്ചു. കത്തയച്ചിരുന്നെങ്കിലും അതിൽ പിറന്നാൾ ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. കൊച്ചിയിൽ ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയത് ബോധവൽക്കരണത്തിനാണ്. എന്നാൽ മധുരം വിതരണം ചെയ്തത് മാത്രം വാർത്തയായെന്നും തച്ചങ്കരി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞാൻ അയച്ചത് എന്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ എന്റെ സ്റ്റാഫംഗങ്ങൾക്ക് അയച്ചുള്ള ഒരു കത്താണ്. ഇതിന്റെ ഒരു സ്ഥലത്തും എന്റെ ജന്മദിനം ആഘോഷിക്കണമെന്നതിനെക്കുറിച്ച് പറയുന്നേയില്ല. ജന്മദിനത്തിലെ ഒരു കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ മനോഹരമായി ആരോ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് 2 ദിവസം കേരളത്തിൽ ഒന്ന് അമ്മാനമാടാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു കഥയായിട്ടാണ് എനിക്ക്. അഭിഭാഷകർ കോടതികളുടെ ഉടമസ്ഥരല്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. കോടതികളുടെ പരമാധികാരം തങ്ങളുടെ കൈവശമാണെന്ന അഭിഭാഷകരുടെ അഹങ്കാരം ജുഡീഷ്യൽ സമൂഹം തിരുത്തണം. അറിയാനുള്ള അവകാശം തടയാനുള്ള അധികാരം ആർക്കുമില്ല. ഭരണഘടനയ്ക്ക് മീതെ പറക്കുന്ന പരുന്തുകളെ ജുഡീഷ്യറി നിയന്ത്രിക്കണം. കോടതികളിൽ മാധ്യമങ്ങളുടെ വിലക്ക് അനന്തമായി നീളരുതെന്നും കോടതികളിൽ എന്ത് നടക്കുന്നുവെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സെൽഫിക്കാർക്കൊരു ദുഃഖവാർത്ത. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് ദേശീയ സ്മാരകങ്ങൾക്ക് മുന്നിൽ നാളെ മുതൽ 18 വരെ സെൽഫി ചിത്രങ്ങൾ എടുക്കുന്നതിന് നിരോധനം. ദേശീയ ടൂറിസം മിനിസ്ട്രിയാണ് സെൽഫി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാനങ്ങൾക്ക് നൽകിയത്. സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായാണ് സെൽഫിക്ക് വിലക്കേർപ്പെടുത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വീക്ഷിക്കുന്നതിനും ഭാരതോത്സവത്തിൽ പങ്കാളികളാകാനും ജനങ്ങൾക്ക് സൌകര്യമൊരുക്കുന്നതിനും സുരക്ഷ ഏർപ്പെടുത്തുന്നതിനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭീകരാക്രമണ സാധ്യതയുണ്ടാകുമെന്നുള്ള സുരക്ഷാ ഏജൻസിയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് സുരക്ഷ ശക്തമാക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സെൽഫി അപകടങ്ങൾ പെരുകുന്ന പശ്ചാത്തലത്തിൽ അപകട സാധ്യതയുള്ള മേഖലകൾ അടയാളപ്പെടുത്തുന്നതിന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെൽഫി അപകട മേഖല എന്ന് കൃത്യമായി രേഖപ്പെടുത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ താജ്മഹലിലെ പടികളിൽ നിന്ന് സെൽഫി എടുക്കുന്നതിനിടെ വീണ് ജപ്പാനീസ് പൌരൻ മരിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. മാർച്ചിൽ നാഗ്പൂരിൽ ബോട്ട് യാത്രയ്ക്കിടെ വിദ്യാർത്ഥികൾ സെൽഫി എടുക്കുന്നതിനായി ബോട്ടിന്റെ ഒരു വശത്തേക്ക് നിന്നതോടെ ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായിരുന്നു. പൂർണ്ണ ശമ്പളാനുകൂല്യങ്ങളോടെയുള്ള പ്രസവാവധി 6 മാസമാക്കാനുള്ള ബിൽ രാജ്യസഭ പാസാക്കി. ഇതോടെ ശമ്പളത്തോടെയുള്ള പ്രസവാവധി 12 ആഴ്ചയിൽ നിന്ന് 26 ആഴ്ചയായി വർദ്ധിക്കും. 2 മക്കളുടെ കാര്യത്തിലാണ് ആനുകൂല്യം. 2ൽ കൂടുതൽ കുട്ടികളുടെ കാര്യത്തിൽ പ്രസവാവധി 12 ആഴ്ച തന്നെയായിരിക്കും. കുട്ടികളെ ദത്തെടുക്കുന്ന അമ്മയ്ക്കും 12 ആഴ്ചത്തെ മാതൃത്വ അവധി അനുവദിക്കും. വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൌകര്യം ഒരുക്കുന്നതിനും വ്യവസ്ഥയുണ്ട്. 50ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികളെ പരിചരിക്കുന്നതിന് ക്രഷ് നിർബന്ധമാക്കി. ഡൽഹി നഗരത്തിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് രക്തം വാർന്നു കിടക്കുന്നയാളെ തിരിഞ്ഞുനോക്കാതെ അയാളുടെ മൊബൈൽ മോഷ്ടിച്ച് കടന്നു കളയുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെ പുലർച്ചെ ടെമ്പോ വാനിടിച്ച് പരിക്കേറ്റ മച്ചുബുൽ 1 മണിക്കൂറോളമാണ് രക്തം വാർന്ന് റോഡരികിൽ കിടന്നത്. ഇടിച്ചു തെറിപ്പിച്ച ടെമ്പോ വാനിലെ ഡ്രൈവർ വണ്ടി നിർത്തി പരിക്കേറ്റയാളെ നോക്കിയെങ്കിലും സഹായിക്കാതെ കടന്നുകളയുകയാണുണ്ടായത്. പടിഞ്ഞാറൻ ഡൽഹിയിലെ സുഭാഷ് നഗറിൽ പുലർച്ചെയായിരുന്നു സംഭവം. അപകടസ്ഥലത്തുനിന്ന് 1/2 കിലോമീറ്റർ അകലെ ആശുപത്രിയുണ്ടായിട്ടും പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിക്കാൻ ആരും തയ്യാറായില്ലെന്നത് സമൂഹമനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. മരണാസന്നമായ മധുബോലിന്റെ അടുത്തെത്തിയ വ്യക്തി മൊബൈലും മോഷ്ടിച്ച ശേഷം പോകുന്ന ദൃശ്യങ്ങളും സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട്. മണിക്കൂറിന് ശേഷം പോലീസ് എത്തിയ മധുബോലിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പോലീസ് എത്തുന്നതുവരെയുള്ള സമയങ്ങളിൽ നിരവധി ആളുകളും വാഹനങ്ങളും ഇയാളുടെ സമീപം കടന്നുപോയെങ്കിലും ഒരാളും തിരിഞ്ഞുനോക്കിയില്ല. മരിക്കുന്നതിനു മുമ്പ് സഹായത്തിനെത്തിയ ഏക വ്യക്തിയാണ് മൊബൈൽ ഫോണുമായി കടന്നുകളഞ്ഞത്. 40-കാരനായ മധുബോലിന് 4 കുട്ടികൾ അടങ്ങുന്ന കുടുംബമുണ്ട്. റിക്ഷാ ഡ്രൈവറായ ഇയാൾ രാത്രി സെക്യൂരിറ്റി ജീവനക്കാരനായും ജോലി ചെയ്തിരുന്നു. പുലർച്ചെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം. സംഭവത്തിൽ മധുബോലിനെ ഇടിച്ചിട്ട വാഹനമോടിച്ചയാളെയും മൊബൈൽ മോഷ്ടിച്ചയാളെയും പോലീസ് തിരയുന്നുണ്ട്. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖിലദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, എ.പി. അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖിലദേശ
ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ. ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ. ബാസുരമായൊരു ഭാവിക്കായെന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ. അറിവിനാഴക്കടലിൽ താണ്ടിയ ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മെഡിക്കൽ കോളേജ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന SYS സാന്ത്വനം സംരംഭമായ സഹായിവാദി സലാം ഒരുക്കുന്ന മെഗാ രക്തദാന ക്യാമ്പ് ജില്ലാ കളക്ടർ N. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 16 രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ നടക്കുന്ന രക്തദാന ക്യാമ്പിൽ നൂറുകണക്കിന് സന്നദ്ധ വളണ്ടിയർമാർ രക്തദാനം നടത്തും. രക്തദാന ക്യാമ്പ് സംഘാടക സമിതി യോഗം സഹായി ജനറൽ സെക്രട്ടറി നാസർ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. രക്തദാന ക്യാമ്പ് കൺവീനറായി ബ്ലഡ് കോർഡിനേറ്റർ ഹക്കീം ചെറൂപ്പ, രജിസ്ട്രേഷൻ വളണ്ടിയർ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് വെള്ളിപ്പറമ്പ്, അബ്ദുള്ള മൌലവി, മുഹമ്മദ് വട്ടോളി തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. SYS യൂണിറ്റ് കമ്മിറ്റി മുഖേന രജിസ്റ്റർ ചെയ്ത രക്തദാതാക്കളും ഈ ക്യാമ്പിൽ രക്തം നൽകും. മതവിദ്യാർത്ഥികൾ പഠനത്തിന് പ്രാമുഖ്യം നൽകുന്നതോടൊപ്പം തന്നെ ദഅ്വാരംഗത്ത് ശ്രദ്ധ പതിപ്പിക്കുന്നതിനാവശ്യമായ അറിവും പരിശീലനവും ആർജിക്കുവാൻ തയ്യാറാകണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ബോധിപ്പിച്ചു. അച്ചടക്കം, ആത്മാർത്ഥത, സ്വഭാവ സംസ്കരണം, അവതരണശേഷി തുടങ്ങിയ സദ്ഗുണങ്ങൾ പണ്ഡിതരുടെയും വിദ്യാർത്ഥികളുടെയും മുഖമുദ്രയായിരിക്കണം. മർക്കസ് ശരീഅത്ത് കോളേജ് വിദ്യാർത്ഥി സംഘടന ഇഹ്യാ സുന്നയുടെ വാർഷിക ജനറൽ ബോഡിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു പ്രിൻസിപ്പൽ കൂടിയായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. VPM ഫൈസി വില്യാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. C. മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് സുഹൈൽ സഖാഫി പാനൽ അവതരണവും ഹാഫിദ് ത്വാഹ സഖാഫി സ്വാഗതവും പറഞ്ഞു. SYSന് കീഴിൽ 10 വർഷമായി മലപ്പുറം കോട്ടപ്പടി സുന്നി മസ്ജിദിൽ സമസ്ത കേന്ദ്ര മുശാവറ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നടത്തിവരുന്ന ഫത്ഹുൽ മുഈൻ പണ്ഡിത ദർസ് നാളെ പുനരാരംഭിക്കും. രാവിലെ 7:30 മുതൽ 9:30 വരെ നടക്കുന്ന പണ്ഡിത ദർസിൽ അതീവ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതും മുസ്ലിംകൾ പാവനമായി കാണുന്നതുമായ വഖഫ് സംബന്ധമായ പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് സ്വത്തുകൾ വകമാറ്റിയും കൈയടക്കിയും മറ്റും അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിം ബഹുജനത്തിന് ദിശാബോധം നൽകുന്നതിന് പണ്ഡിത സമൂഹത്തെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഭാഗം പഠനത്തിനായി തിരഞ്ഞെടുത്തത്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ആഴങ്ങളിലേക്കിറങ്ങിയ ആധികാരിക ചർച്ചകൾക്കൊപ്പം പഠിതാക്കളുടെ ഗഹനമായ സംശയങ്ങൾക്കുള്ള നിവാരണവും നടക്കുന്ന ദർസിൽ നിരവധി പണ്ഡിതർ സ്ഥിരാംഗങ്ങളായി എത്തുന്നുണ്ട്. നേരത്തെ വന്നുകൊണ്ടിരുന്നവരും പുതുതായി വരാനാഗ്രഹിക്കുന്നവരും നാളെ രാവിലെ കോട്ടപ്പടി സുന്നി മസ്ജിദിൽ എത്തണമെന്ന് സംഘാടകർ അറിയിച്ചു. മുസ്ലിം ലോകത്തിന് ആത്മീയ വെളിച്ചം പകർന്ന സാത്വികനാണ് ഹദ്ദാദ് തങ്ങളെന്നും നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച അവിടുത്തെ വിർദുൽ ലത്തീഫ് ഹദ്ദാദ് റാത്തീബ് ആഗോളതലത്തിൽ വിശ്വാസികൾ പതിവാക്കി വരുന്നുണ്ടെന്നും മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പറഞ്ഞു. സ്വലാത്ത് നഗറിൽ ഹദ്ദാദ് തങ്ങളുടെ 305ാമത് ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആത്മീയ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വിർദുൽ ലത്തീഫ്, ഹദ്ദാദ് റാത്തീബ്, മൌലിദ് പാരായണം, ഖുർആൻ പാരായണം, പ്രാർത്ഥന, അന്നദാനം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ജമലുല്ലേലി, ഇബ്രാഹിം ബാക്കവി മേൽമുറി, കാസിം കോയ പൊന്നാനി, അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി, അബൂബക്കർ സഖാഫി കുട്ടശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെഡിക്കൽ കോളേജ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഹായിവാദി സലാം മെഗാ രക്തദാന ക്യാമ്പ് ഈ മാസം 16-ന് ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്യും. മതപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ദഅ്വാരംഗത്ത് ശ്രദ്ധ ചെലുത്തണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SYSന് കീഴിൽ 10 വർഷമായി മലപ്പുറം കോട്ടപ്പടി സുന്നി മസ്ജിദിൽ നടക്കുന്ന പണ്ഡിത ദർസ് നാളെ പുനരാരംഭിക്കും. സർക്കാരിനെതിരായ കേസുകളിൽ ഹാജരാകുന്നതിന് മുഖ്യമന്ത്രിയുടെ നിയമോപദേശകന് തടസ്സമൊന്നുമില്ലെന്ന് പൊതുഭരണ വകുപ്പ്.
ഹദ്ദാദ് തങ്ങൾ ലോകത്തിന് ആത്മീയ വെളിച്ചം പകർന്ന സാത്വികനെന്ന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി. മുന്നണി രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട്, എന്നാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനാണ് തീരുമാനമെന്നും KM മാണി. നാളെ മുതൽ 18 വരെ രാജ്യത്ത് ദേശീയ സ്മാരകങ്ങൾക്ക് മുന്നിൽ സെൽഫി നിരോധനം. വാഹനമിടിച്ച് റോഡരികിൽ കിടന്നയാൾ മരിച്ചു. സഹായിക്കാനെത്തിയവൻ മൊബൈലുമായി കടന്നുകളഞ്ഞു. ടോമിൻ തച്ചങ്കരിയുടെ പിറന്നാൾ ആഘോഷം നിയമലംഘനം കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അഭിഭാഷകർ കോടതികളുടെ ഉടമസ്ഥരല്ലെന്ന് സ്പീക്കർ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.